നമസ്കാരം. ആഗ്രഹങ്ങൾ നടക്കുവാൻ ഭാഗ്യം, കഠിനാധ്വാനം എന്നിവ അനിവാര്യമാകുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആഗ്രഹങ്ങൾ നടക്കുവാൻ ചില കുറുക്കുവഴികളുണ്ട്. തടസ്സങ്ങൾ നീങ്ങി പോസിറ്റീവായ ഊർജം വന്നു ചേരുവാൻ ഈ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹം വളരെ എളുപ്പത്തിൽ നടക്കുവാനുള്ള ചില വഴികളെക്കുറിച്ച് മനസ്സിലാക്കാം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചെയ്താൽ ഉടനെ തന്നെ ഫലം ലഭിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ഏവരും ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മേ ശരണം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരുടെയും വീട്ടിൽ ഉണ്ടാകുന്നതായ ഒരു വസ്തുവാണ് ഉപ്പ്. എന്നാൽ ഉപ്പിന് ചില പ്രത്യേകതകളുണ്ട്. പല ആവർത്തി ഞാൻ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നെഗറ്റീവ് ഊർജം വലിച്ചെടുത്ത് പോസിറ്റീവായ ഊർജം നൽകുന്നതായ ഒരു വസ്തുവാണ് ഉപ്പ്. എന്നാൽ വീട്ടിൽ ഒരിക്കലും കുറയാൻ പാടില്ലാത്ത വസ്തു എന്ന പ്രത്യേകതയും ഉപ്പിനുണ്ട്. കണ്ണേറ്, ദൃഷ്ടിദോഷം മുതലായവ മാറ്റുവാൻ കാലാകാലങ്ങളായി അമ്മമാർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഉപയോഗിക്കുന്നതായ ഒരു വസ്തു കൂടിയാണ് ഉപ്പ്. അകാരണമായ ക്ഷീണം, തലവേദന എന്നിവ അലട്ടുകയാണ് എങ്കിൽ അല്പം ഉപ്പ് മാത്രം 3 തവണ ഒഴിഞ്ഞ് ജലത്തിൽ അലിയിച്ച് പുറത്ത് കളയുന്നതിലൂടെ ദോഷം കുറയുക തന്നെ ചെയ്യും. അതേപോലെ വീടുകളിൽ ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കുവാൻ ഒരു ചില്ലുപാത്രത്തിൽ പ്രധാന വാതിലിനോട് ചേർന്ന് അഥവാ സ്വീകരണ മുറിയിൽ ആരും കാണാതെ കല്ലുപ്പ് വയ്ക്കുന്നതും ഏറ്റവും വിശേഷമാണ്, ശുഭകരമാണ് എന്ന് പറയാം. വീടിന്റെ പ്രധാന വാതിലിന് പുറമെ ഉപ്പ് ജലം നിത്യവും സന്ധ്യയ്ക്ക് തളിക്കുന്നതിലൂടെ ജീവിതത്തിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതാകുന്നു. ആ വീടുകളിൽ ഈശ്വരാധീനം നിലനിൽക്കും. എന്നാൽ ഉപ്പ് ജലം ഉപയോഗിച്ച് ഏത് ന്യായമായ ആഗ്രഹവും സാധിക്കുന്നതാകുന്നു. ഇത് എപ്രകാരമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇഷ്ടദേവതയുമായി ബന്ധപ്പെട്ടുകൂടിയാണ് ഈ കാര്യങ്ങൾ ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഉപ്പ് ജലം ഉപയോഗിച്ച് ആഗ്രഹം പെട്ടെന്ന് നടക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ ഇഷ്ടദേവതയെ ആകുന്നു. ഭൂരിഭാഗം പേരും ഇഷ്ടദേവതയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം എന്നില്ല. എന്നിരുന്നാലും തിരിച്ചറിഞ്ഞവർ ഇഷ്ടദേവതയെ ഈ കാര്യം ചെയ്യുമ്പോൾ സ്മരിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇഷ്ടദേവതയുടെ പ്രീതി ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ ഒരു സമയമാകുന്നു. തിരിച്ചറിയാത്തവർ കുടുംബദേവതയെ ഈ സമയം സ്മരിക്കേണ്ടത് അനിവാര്യമാകുന്നു. കുടുംബദേവതയെ സ്മരിക്കുക, അതായത് ഇഷ്ടദേവത ഇല്ലാത്തവരാണ് എങ്കിൽ കുടുംബദേവതയെ സ്മരിക്കുവാൻ മറക്കാതിരിക്കുക. ഇനി കുടുംബദേവതയെ അറിയാത്തവരാണ് എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ദേവതയെ സ്മരിക്കേണ്ടതാകുന്നു. വിശ്വാസത്തോടെ തന്നെ ഇപ്രകാരം ചെയ്യണം എന്ന കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു. അപ്രകാരം ചെയ്താൽ മാത്രമേ ഫലം അഥവാ ശരിയായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ. ഇനി എപ്രകാരമാണ് ഈ കാര്യം ചെയ്യേണ്ടത്, ഇതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഈ കാര്യത്തിനായി നമുക്ക് ആവശ്യമുള്ളത് ചില്ലുകുപ്പിയാകുന്നു. ചില്ലുകുപ്പി അല്ലെങ്കിൽ നന്നായി അടയ്ക്കുവാൻ സാധിക്കുന്നതായ ചില്ലുപാത്രമാണ് വേണ്ടത്. കാരണം ഉപ്പ് ജലം പുറത്ത് പോകാതെ ഇരിക്കേണ്ടത് അനിവാര്യമാകുന്നു. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ആദ്യമേ ഉറപ്പാക്കേണ്ടതാകുന്നു. പ്ലാസ്റ്റിക് കുപ്പി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിർമ്മിതമായ വസ്തുക്കൾ ഈ കാര്യത്തിനായി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അത്തരത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ ഫലം ലഭിക്കില്ല എന്നതാണ് വാസ്തവം. അതേപോലെ തന്നെ ചില്ലുപാത്രം അഥവാ ചില്ലുകുപ്പി എടുക്കുമ്പോൾ അധികം ഡിസൈൻ ഒന്നുമില്ലാത്ത, ജലം പുറത്തേക്ക് പോകാത്ത അല്ലെങ്കിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നതായ കുപ്പി തന്നെ ഉപയോഗിക്കണം എന്ന കാര്യം ഓർക്കുക. ഈ 3 കാര്യങ്ങളും പ്രത്യേകമായി തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഉപ്പുമായി ബന്ധപ്പെട്ട് ഇനി കാര്യങ്ങൾ പരാമർശിക്കാം. കല്ലുപ്പ് അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപ്പേതോ ആ ഉപ്പാണ് വേണ്ടത്. പുതിയതാകുന്നത്, അതായത് പുതിയ പാക്കറ്റ് തന്നെ വാങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം. അത് സാധിക്കുന്ന ഏവരും അപ്രകാരം തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. 1/2 ടീസ്പൂണോളം എങ്കിലും നമുക്ക് ഉപ്പ് ആവശ്യമായിട്ടുണ്ട്. പിന്നീട് വെളുത്ത പേപ്പർ, ബ്ലാക്ക് അല്ലാത്ത മഷിയുള്ള പെൻ, അതായത് കറുത്ത നിറത്തിലുള്ള പേന ഈ കാര്യത്തിനായി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല.
വെളുത്ത പേപ്പറിൽ മറ്റെഴുത്തുകൾ പാടുള്ളതല്ല, വൃത്തിയുള്ള പേപ്പർ ആയിരിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇനി നാം ചെയ്യേണ്ടത് കുപ്പിയിൽ ജലം നിറയ്ക്കുക എന്ന കാര്യമാകുന്നു. ശേഷം ഇഷ്ടദേവത ആരാണോ ആ ദേവതയോട് എല്ലാ തടസ്സങ്ങളും നീക്കി കാര്യവിജയം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപ്പ് അതിൽ ഇടുക എന്ന കാര്യമാകുന്നു. ശേഷം വെള്ള പേപ്പറിൽ വ്യക്തമായി നിങ്ങളുടെ നാമം അഥവാ പേര് എഴുതുക. ഫുൾ നെയിം തന്നെ എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ദേവദത്തൻ നമ്പൂതിരി എന്നാണ് നാമം എങ്കിൽ ആ നാമം മുഴുവനായി തന്നെ നിങ്ങൾ എഴുതണം. പേര് മാത്രം പോരാ, പേര് വ്യക്തമായി തന്നെ തെറ്റുകൾ ഇല്ലാതെ എഴുതണം. ശേഷം നിങ്ങളുടെ ആഗ്രഹം അത് എന്താണോ അത് നിങ്ങൾ എഴുതുക. അത് നിങ്ങൾക്ക് ഇഷ്ട തൊഴിലാകാം, വിവാഹം, വീട്, അങ്ങനെ നിങ്ങളുടെ നിരവധിയാർന്ന ആഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ എഴുതുക. പണമാണ് എഴുതുന്നത് എങ്കിൽ കൃത്യമായ തുക തന്നെ നിങ്ങൾ എഴുതേണ്ടതാകുന്നു. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം കാര്യങ്ങൾ നടക്കണം എന്നില്ല. ശേഷം ഈ പേപ്പർ നമ്മളിലേക്ക് അടയ്ക്കും വിധം 3 തവണ മടക്കുക. പിന്നീട് ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ജലത്തിലേക്ക് ഈ പേപ്പർ ഇടുക. ഇതിനുശേഷം നാം ചെയ്യേണ്ടത് 3 തവണ ഈ കുപ്പി കുലുക്കുക എന്ന കാര്യമാകുന്നു. ഈ സമയം എൻ്റെ ആഗ്രഹം നടത്തി തരുന്നതിൽ ഇഷ്ടദേവതയോട് നിങ്ങൾ നന്ദി പറയേണ്ടതാകുന്നു. ശേഷം വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഈ കുപ്പി വയ്ക്കണം. എന്നാൽ ഈ ദിശയിൽ തന്നെ വയ്ക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. വയ്ക്കുന്നതിനോടൊപ്പം മറ്റൊരു കാര്യവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വൃത്തിയുള്ള ഇടത്ത് വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ നിങ്ങൾ വയ്ക്കണം. പുറമേ നിന്നും മറ്റുള്ളവർ നോക്കിയാൽ കാണാത്ത രീതിയിൽ തന്നെയാണ് ഇത് വയ്ക്കേണ്ടത്. മറ്റുള്ളവർ കാണുകയാണ് എങ്കിൽ ഫലം ലഭിക്കണം എന്നില്ല. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ, മറ്റുള്ളവർ കാണാതെ വയ്ക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ബെഡ്റൂമിൽ വടക്ക് കിഴക്ക് മൂലയിൽ തന്നെ വയ്ക്കുവാൻ ശ്രമിക്കുക. മറ്റുള്ളവർ കണ്ടാൽ ഈ ഫലം ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വീട്ടിലുള്ള അംഗങ്ങൾ കാണുന്നതിൽ തെറ്റില്ല. നിത്യവും ഇഷ്ടദേവതയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളിലെ എല്ലാ നെഗറ്റീവ് ഊർജങ്ങളും തടസ്സങ്ങളും ഇല്ലാതായി ആഗ്രഹം നടക്കും എന്നാണ് പറയുക. 7 ദിവസത്തിന് ശേഷം ജലം നമ്മുടെ ശരീരത്തിൽ വീഴാതെ പുറത്തേക്ക് ഒഴുക്കി കളയേണ്ടതാകുന്നു. പേപ്പർ മറ്റ് അവശിഷ്ടങ്ങളുണ്ട് എങ്കിൽ അത് ചെടിച്ചട്ടിയിൽ ഇടുക. ആഗ്രഹം നടക്കാനുള്ള എളുപ്പമായ ഒരു വഴിയാണ് ഇത്. തീർച്ചയായും നിങ്ങൾ ഈ കാര്യം ചെയ്തു നോക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യണം. ഈ കാര്യം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും പിഴച്ചാൽ ആ ഫലം ലഭിക്കണം എന്നില്ല. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവരും മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുവാൻ ശ്രമിക്കുക. സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും.